പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം കുട്ടികളുടെ കോൺസെൻട്രേഷൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ മോന് ഈ സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇതിന് സിമ്പിൾ റീസൺസും സിമ്പിൾ സൊല്യൂഷൻസും ഉണ്ടെന്ന്. ഒരമ്മ എന്ന നിലയിൽ ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കോമൺ റീസൺ ഫോർ ലോ കോൺസെൻട്രേഷൻ വരാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ്. കുട്ടികൾക്ക് പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ടയേർഡ് ആവും. അപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പാടായിരിക്കും. സെക്കൻഡ് വൺ, ടു മച്ച് സ്ക്രീൻ ടൈം ആണ്. TV, ടാബ്, മൊബൈൽ ഇതൊക്കെ കാണുമ്പം കുട്ടികളുടെ ബ്രെയിൻ ഒന്നും കൂടി ഓവർ സ്റ്റിമുലേറ്റ് ആവും. അപ്പോൾ കാമായി ഒരു കാര്യം ഫോക്കസ് ചെയ്യാൻ കുട്ടികൾക്ക് പാടായിരിക്കും. തേർഡ് വൺ, ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബ്രെയിൻ കോൺസെൻട്രേഷന്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെയിൻ ഫുഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആ ഫുഡ്സ് അല്ലാത്ത ജങ്ക് ഫുഡ്സും ഷുഗറി ആയിട്ടുള്ള ഫുഡ്സും കഴിക്കുമ്പോഴത്തേന് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. നാലാമത്തത് ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ് ആണ്. കുട്ടികൾക്ക് ചെറിയ ചെറിയ പല പേടികൾ കാണും. ഇപ്പം സ്കൂളിലാണെങ്കിൽ ടീച്ചറിനെ പേടി, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ ഇനിയിപ്പം വീട്ടിൽ പേരൻസിൻ്റെ പ്രഷർ, ഇതൊക്കെ കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യും. എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. കുട്ടികളുടെ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ ബ്രെയിൻ ആക്റ്റീവ് ആവുന്നതിൽ പ്രോബ്ലം ഉണ്ടാവും. ഇത്രയുമാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷന് വരുന്ന കോമൺ റീസൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് പറ്റിയ സിമ്പിൾ സൊല്യൂഷൻസ് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫിക്സ് പ്രോപ്പർ സ്ലീപ്പ് റൂട്ടീൻ. ഒരു പ്രോപ്പർ സ്ലീപ്പിംഗ് ടൈം ഫിക്സ് ചെയ്യണം. ഞാൻ സൈഡിൽ ഒരു ചാർട്ട് കാണിക്കാം. നമ്മുടെ കുട്ടികളിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണോ പെടുന്നത് അത്രയും ഉറക്കം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെയും കൂടെ നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് എനർജി ആയിട്ട് ചെയ്താലേ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ അവരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. നിങ്ങളുടെ ആണെങ്കിലും കുട്ടികളുടെ ആയാലും ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പും ക്വാളിറ്റി ഓഫ് സ്ലീപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ബ്രെയിൻ ടയേർഡ് ആവാതെ ഫോക്കസ് ആവാൻ ഇമ്പ്രൂവ് ആവാനും സഹായിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസ് സ്ക്രീൻ ടൈം സ്മാർട്ട്ലി. കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ക്രീൻ ടൈം എത്ര നേരമാണെന്ന് സ്കെഡ്യൂൾ ചെയ്യുക. അതിൽ കൂടുതൽ കൊടുക്കാനും നിൽക്കരുത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കഴിഞ്ഞ ഉടനെ തന്നെ പഠിക്കാനിരുത്തരുത്. കാരണം ബ്രെയിൻ അപ്പോഴത്തേനും ഓവർ സ്റ്റിമുലേറ്റ് ആയിട്ട് അതിന് കാമാവാൻ ഒന്ന് ടൈം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ പഠിക്കാനിരുത്താവുള്ളൂ. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ ഒന്നും കാണാൻ സമ്മതിക്കരുത്. കാരണം ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ അവസ്ഥയിലോട്ട് കുട്ടികളെ എത്തിക്കരുത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഗിവ് ബാലൻസ്ഡ് ഫുഡ്. ബ്രെയിൻ ഫുഡ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഷുഗറിയും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സോ ഒന്നും കൊടുക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ആയിട്ടുള്ള ബനാന അല്ലെങ്കിൽ എഗ്ഗ്, പീനട്ട്സ് ഇത് കൊടുക്കുന്ന ദിവസത്തെ ആക്ടിവിറ്റീസും അല്ലാതെ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഭയങ്കര ഷുഗറി ഫുഡ്സ് കഴിക്കുന്ന ദിവസത്തെ ആക്ടിവിറ്റീസും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച ദിവസമായിരിക്കും ഒന്നും കൂടെ കുട്ടികൾ പ്രൊഡക്റ്റീവായിട്ട് ഇടപെടുന്നത്. നാലാമത്തത് കാം എൻകറേജ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പ്രഷർ. ഇപ്പോൾ കുട്ടികൾ ഒരു ചെറിയ കാര്യം ചെയ്യുവാണെങ്കിൽ തന്നെ അവരെ ഒന്ന് പ്രൈസ് ചെയ്യുക, അഭിനന്ദിക്കുക. ഇനി ഉദാഹരണത്തിന് വേറെ പറയുകയാണെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അത് വന്നിട്ട് മോൻ വന്ന് നമ്മുടെ അടുത്ത് പറയുക, എനിക്ക് ഇത്തിരിയേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുവാണെങ്കിൽ സാരമില്ല മോൻ ഇത്തിരി പറഞ്ഞല്ലോ, നെക്സ്റ്റ് ടൈം മോൻ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിച്ച് പറയാൻ നോക്കിയാൽ മതി എന്ന് പറയുക. അഞ്ചാമത്തെ എന്ന് പറയുന്നത് എൻകറേജ് ഫിസിക്കൽ പ്ലേ ആണ്. ഇപ്പോൾ കുട്ടികൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിട്ട് റണ്ണിങ്ങോ സൈക്ലിങ്ങോ അല്ലെങ്കിൽ ബോൾ പ്ലേയിങ്ങോ ഇതെല്ലാം അലോ ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിലേ ബ്രെയിന് ഫ്രഷ് എയർ കിട്ടത്തുള്ളൂ. ഈ സ്ട്രെസ്സൊക്കെ കുറഞ്ഞു ഒന്ന് കാം മോഡിലെത്തിയിട്ട് അവർക്ക് കാമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ആറാമത്തത് ഷോർട്ട് സ്റ്റഡി ബ്രേക്സ് ആണ്. പോമോഡോറോ സ്റ്റൈൽ എന്ന് പറയും. 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ബ്രേക്ക്, എഗെയിൻ 20 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ് ആവാതെ പഠിക്കാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല വർക്ക് ചെയ്യുന്നവർക്കും ഇത് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ റീസൺസും സൊല്യൂഷൻസും കണ്ടല്ലോ. ഇനി ആക്ടിവിറ്റീസ് ടു ബൂസ്റ്റ് ഫോക്കസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് പസിൽസ് ആൻഡ് മാച്ചിങ് ഗെയിംസ് ആണ്. ഈ മാച്ചിങ് കാർഡ് ഗെയിംസ്, ജിക്സോ പസിൽസ് ഇതൊക്കെ അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തത് കളറിംഗ് ആൻഡ് ക്രാഫ്റ്റ് ആണ്. ഈ കളറിംഗ് അല്ലെ ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫോക്കസ്, അറ്റൻഷൻ, പേഷ്യൻസ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇതൊരു കാം ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ബ്രെയിൻ റിലാക്സ് ആയി ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പഠിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി അല്ലെ ലിസണിങ് ഗെയിംസ് ആണ്. സൈമൺ സൈസ് എന്നൊക്കെ പറയുന്ന ഗെയിമില്ലേ, സൈമൺ സൈസ്, ടച്ച് യുവർ നോസ്, ആ ഗെയിംസ് ഒക്കെ അവരുടെ ലിസണിങ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് അഡൾട്ട്സിനെ പോലെ അത്രയും നേരം ഫോക്കസ് ചെയ്യാൻ ഉള്ള കഴിവില്ല. കുട്ടികൾക്ക് പ്രഷറായ ഉള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാമായിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ. സോ ഫ്രണ്ട്സ്, ഈ പാരന്റിംഗ് ടോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചേഞ്ചസ് വരുത്തിയാലും കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ ഫ്രം പ്രീനി.